നമസ്കാരം, മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ സാധാരണക്കാരായ നിക്ഷേപകർക്ക് വലിയൊരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഓരോ മുക്കിലും മൂലയിലുമുള്ള പോസ്റ്റ് ഓഫീസുകൾ ഇനി കേവലം കത്തുകൾ അയക്കാനോ സേവിങ്സ് അക്കൗണ്ടിനോ മാത്രമുള്ളതല്ല. നിങ്ങൾ ഒരുപക്ഷെ കേട്ട് കാണും, ഇന്ത്യ പോസ്റ്റ് ഇപ്പോൾ സ്റ്റോക്ക് ഹോൾഡിംഗ് സർവീസസ് ലിമിറ്റഡുമായി കൈകോർത്തിരിക്കുകയാണ്. 2026 ജനുവരി 27 ഡൽഹിയിലെ ഡാക് ഭവനിൽ വെച്ചാണ് ഈ ചരിത്രപരമായ കരാർ ഒപ്പിട്ടിരിക്കുന്നത്. എന്താണ് ഇതിന്റെ ഗുണം എന്ന് ചോദിച്ചാൽ, ഇനി മുതൽ നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസ് വഴി ഷെയർ മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും വളരെ എളുപ്പത്തിൽ നിക്ഷേപം നടത്താമെന്നതാണ്. പലപ്പോഴും ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് ഷെയർ മാർക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ അതൊരു പേടിയുള്ള കാര്യമായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ലായിരിക്കും. എന്നാൽ ഇന്ത്യ പോസ്റ്റിന്റെ ഈ പുതിയ നീക്കത്തിലൂടെ ഡിജിറ്റൽ ഓൺബോർഡിംഗ് ലിങ്കുകൾ വഴിയും QR കോഡുകൾ വഴിയും ആർക്കും ഷെയർ മാർക്കറ്റിലേക്ക് പ്രവേശിക്കാം. ഇതിലൂടെ നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കാനും മ്യൂച്വൽ ഫണ്ടുകളിൽ പണം നിക്ഷേപിക്കാനും IPOകളിൽ പങ്കെടുക്കാനും സാധിക്കും. അതായത് വലിയ നഗരങ്ങളിൽ ഉള്ളവർക്ക് ലഭിക്കുന്ന അതേ നിക്ഷേപ സൗകര്യങ്ങൾ ഇനി നമ്മുടെ നാട്ടിലെ പോസ്റ്റ് ഓഫീസ് വഴിയും ലഭ്യമാകും. മാത്രമല്ല, നിക്ഷേപത്തെക്കുറിച്ച് അറിവില്ലാത്തവർക്കായി ഇന്ത്യ പോസ്റ്റും SSLഉം ചേർന്ന് ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഗ്രാമങ്ങളിലും ചെറിയ പട്ടണങ്ങളിലും ഉള്ളവർക്ക് എങ്ങനെ സുരക്ഷിതമായി ഇൻവെസ്റ്റ് ചെയ്യാമെന്നതിനെ കുറിച്ച് കൃത്യമായ പരിശീലനം ഇതിലൂടെ ലഭിക്കും. ഇതുകൂടാതെ ഡിസംബർ 2025 BSEയുമായും ഇന്ത്യ പോസ്റ്റ് സമാനമായ ഒരു കരാർ ഒപ്പിട്ടിരുന്നു. ഇതിലൂടെ ലക്ഷക്കണക്കിന് പോസ്റ്റ് ഓഫീസുകൾ വഴി മ്യൂച്വൽ ഫണ്ട് വിതരണം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ ഒരു വലിയ വിപ്ലവമായാണ് ഇതിനെ കണക്കാക്കുന്നത്. നിങ്ങളും ഇത്രയും കാലം നിക്ഷേപിക്കാൻ മടിച്ചു നിൽക്കുകയായിരുന്നു എങ്കിൽ ഇനി പേടി വേണ്ട. നമ്മുടെ പോസ്റ്റ് ഓഫീസിന്റെ വിശ്വാസ്യതയിൽ തന്നെ നിങ്ങൾക്ക് ഈ പുതിയ ഇൻവെസ്റ്റ്മെന്റ് രീതികൾ പരീക്ഷിക്കാവുന്നതാണ്.